ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി IGNOU യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി IGNOU യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി IGNOU യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. അപ്പോൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഇന്നത്തെ സോഷ്യോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് സോഷ്യോളജിയുടെ തേർഡ് ബ്ലോക്കാണ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും എത്തിയിട്ടുണ്ടോ? അതാ കറക്റ്റ് ടൈമിന് തന്നെ മിസ് എത്തിയിട്ടുണ്ട്. നിങ്ങൾ എത്തിയിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഓടി വന്ന് ക്ലാസ് കാണാൻ പറയാട്ടോ. ഓക്കെ, നമുക്കറിയാം നമ്മൾ IGNOUയുടെ BA സോഷ്യോളജി നമ്മൾ ഓരോ ബ്ലോക്ക് വൈസ് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വരികയായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ തേർഡ് ബ്ലോക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറയാം കേട്ടോ. അപ്പൊ വന്നിട്ടുള്ള എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒരു ഹായ് അയച്ചേ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഒരു ഹായ് ഒക്കെ അയച്ചേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചാറ്റ് ബോക്സിൽ പറയാം കേട്ടോ. യെസ്, നമുക്ക് എന്തായാലും 2 മിനിറ്റിനുള്ളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം, എല്ലാവരും എത്തിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് സോഷ്യോളജി നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടാവും. അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയണേ. കാണാൻ പറ്റുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ BA സോഷ്യോളജി ഫസ്റ്റ് ഇയർ സിലബസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ എല്ലാ മക്കളും നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിളിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും, വീഡിയോ ക്ലാസ്സുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടുകൾ ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും 2 മിനിറ്റിനുള്ളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ BA സോഷ്യോളജിയുടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് പ്രധാനമായിട്ടും 4 പേപ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, എത്രയുണ്ട്? 4 പേപ്പറുകളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഓരോ പേപ്പറിന്റെ അണ്ടറിലും ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ട്. ബ്ലോക്കിന്റെ അണ്ടറിൽ ഒരുപാട് യൂണിറ്റുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇനി പുതുതായിട്ട് വന്നിട്ടുള്ള മക്കൾക്ക് വേണ്ടി പറയാണ്, നമുക്ക് BA സോഷ്യോളജിയുടെ ഫസ്റ്റ് ഇയറിലെ 4 പേപ്പറുകളാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇല്ലേ? ഏതൊക്കെയുണ്ട്? BSOC 101, BSOC 102, BSOC 103, BSOC 104. ഇങ്ങനെയാണ് നമ്മുടെ 4 പേപ്പറുകൾ. ക്ലിയർ? അപ്പം ഈ BSOC 101 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1, BSOC 102 എന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് ഇന്ത്യ 1, then BSOC 103 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 2, BSOC 104 സോഷ്യോളജി ഓഫ് ഇന്ത്യ 2.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പേപ്പറിന്റെ സ്ട്രക്ചർ. ഈ പേപ്പറിന്റെ ഈ 4 പേപ്പറിന്റെ അണ്ടറിൽ നമുക്ക് ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ട്. ആ ബ്ലോക്കുകളിൽ ഫസ്റ്റ് ബ്ലോക്കും സെക്കൻഡ് ബ്ലോക്കുകളും ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള 4 പേപ്പറിന്റെ ഫസ്റ്റ് ബ്ലോക്കിൽ എത്ര യൂണിറ്റുകൾ ഉണ്ടെന്നും ആ യൂണിറ്റിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ ഈ ലൈവിന് ശേഷം അതെല്ലാവരും പോയി കാണണം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3rd ബ്ലോക്കാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പം ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾ ഇതുവരെ ക്ലാസ് എന്താണ് പഠിച്ചു തുടങ്ങിയിട്ടില്ല, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഡൗട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട എല്ലാ യൂണിറ്റിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും അതുപോലെ ഷോർട്ട് നോട്ട്, മെന്റർഷിപ്പ് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് ആപ്പിൽ ലഭ്യമാണ്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഓരോ പേപ്പർ വൈസ് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പേപ്പറാണ് BSOC 101 എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1 ആണ്. അപ്പൊ ഒന്നാമത്തെ പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1. ഈ പേപ്പറിൽ അണ്ടറിൽ നമുക്ക് എഗെയിൻ 3 ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഒന്നാമത്തെ പേപ്പറിൽ 3 ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത്. 3 ബ്ലോക്കുകൾ നമുക്ക് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. ബ്ലോക്ക് 1 നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. ബ്ലോക്ക് 2 റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് അതർ സോഷ്യൽ സയൻസ്. ബ്ലോക്ക് 3 ബേസിക് കോൺസെപ്റ്റ്. ഇത്രയാണ് നമ്മുടെ പേപ്പർ 1ലെ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഓൾറെഡി നമ്മൾ ബ്ലോക്ക് 1 പഠിച്ചു, ബ്ലോക്ക് 2 പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 3 ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ ബ്ലോക്ക് 3ല് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ബ്ലോക്ക് 3ല് അണ്ടറിൽ എത്ര യൂണിറ്റുകൾ വരുന്നുണ്ട്, ആ യൂണിറ്റുകളിലൊക്കെ മെയിൻ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള ഒരു ചുരുക്കം, ഒരു ഷോർട്ട് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ആപ്പിൽ ലഭ്യമാണ് കേട്ടോ. അപ്പൊ നോക്കാം, ബ്ലോക്ക് 3ല് ബേസിക് കോൺസെപ്റ്റ് എത്ര യൂണിറ്റുകൾ ഉണ്ടെന്നും. ദേ ഇവിടെ ഒരുപാട് യൂണിറ്റുകൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ബ്ലോക്ക് 3ല് ബേസിക് കോൺസെപ്റ്റിൽ പഠിക്കാനുണ്ട്. നമുക്ക് 7 യൂണിറ്റുകളാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. യൂണിറ്റ് 8 എന്ന് പറയുന്നത് കൾച്ചർ ആൻഡ് സൊസൈറ്റി. യൂണിറ്റ് 9 സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി? ദെൻ യൂണിറ്റ് 10 അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. Unit 11 status and role. Then Unit 12 socialization. Then Unit 13 structure and function. And the last one Unit 14 social control and change. ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 3ലെ, അതായത് ഫസ്റ്റ് പേപ്പറിലെ 101 എന്ന ഫസ്റ്റ് പേപ്പറിലെ 3rd ബ്ലോക്കിലെ 7 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ പ്രീവിയസില് ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെടുത്തിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ യൂണിറ്റിനെ എടുത്ത് നോക്കാം. റെഡി ആണല്ലോ? അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് യൂണിറ്റ് 8 കൾച്ചർ ആൻഡ് സൊസൈറ്റി. ഫസ്റ്റ് യൂണിറ്റ് ആണ് കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പം എന്താണ് കൾച്ചർ, എന്താണ് സൊസൈറ്റി? നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഒരു ബ്ലോക്കില് നമ്മൾ ബേസിക് കോൺസെപ്റ്റുകളാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ സോഷ്യോളജി പഠിച്ചു വരികയാണല്ലേ. അപ്പോൾ ഒരു പക്ഷെ നിങ്ങളൊക്കെ +2 ഒക്കെ കഴിഞ്ഞ ഒരു സയൻസ് ഗ്രൂപ്പ് എടുത്തവരുണ്ടായിരിക്കും, പല ഗ്രൂപ്പിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കൊക്കെ ഒരു പക്ഷെ സോഷ്യോളജി എന്ന് പറയുന്നത് പുതിയൊരു കോൺസെപ്റ്റ് ആയിരിക്കും, പുതിയൊരു സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ ഇതുവരെ പഠിക്കാത്ത കുറെ കുട്ടികളുണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് സോഷ്യോളജി, എന്തൊക്കെയാണ് സോഷ്യോളജിയിൽ പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു ബ്ലോക്കാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ബേസിക് ആയിട്ടുള്ള സോഷ്യോളജിയിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ മാത്രമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത് കൾച്ചറും സൊസൈറ്റിയും മ്യൂച്വലി ഇന്റർഡിപെൻഡന്റ് ആണ്. ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒന്നില്ലാതെ മറ്റൊന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം എവറി സൊസൈറ്റി ഹാസ് എ കൾച്ചർ വിച്ച് ഗൈഡ്സ് ഇറ്റ്സ് മെമ്പർ.
അപ്പോൾ ഓരോ സൊസൈറ്റിയിലും എന്തുണ്ട്? കൾച്ചർ ഉണ്ട്, വിച്ച് ഗൈഡ്സ് ഇറ്റ്സ് മെമ്പേഴ്സിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. In order to understand the relationship between culture and society, we need to understand what a society is. അപ്പൊ നമ്മൾ ഈ കൾച്ചറും അതുപോലെ സൊസൈറ്റിയും എന്താണ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സൊസൈറ്റി എന്താണെന്ന് പഠിക്കണം. അപ്പോൾ അത്തരത്തില് സൊസൈറ്റി എന്താണെന്നും കമ്മ്യൂണിറ്റി എന്താണെന്നും ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മുടെ കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന 8th യൂണിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സൊസൈറ്റിക്ക് റാൽഫ് ലിൻഡൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ആരുടെങ്കിലും ഒരാളുടെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അപ്പൊ എക്സാമിന് ആ ഡെഫിനിഷനിൽ തന്നെ തുടങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ റാൽഫ് ലിൻഡൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള സൊസൈറ്റിക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? an organized group of individuals. എന്താണ്? an organized group of individuals ആണ്. A culture is an organized group of learned responses, characteristics of a particular society. അപ്പം a culture is a organized group of learned responses, characteristics of a particular society എന്നാണ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതല്ലെങ്കിൽ മറ്റൊന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് എടുത്തിട്ടുള്ളത്, റാൽഫ് ലിൻഡന്റെ. അപ്പൊ അതിലൂടെ നമുക്ക് സൊസൈറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ? അപ്പൊ ഇതാദ്യം നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് കൾച്ചർ ആൻഡ് ബയോളജിയാണ്. കൾച്ചർ ആൻഡ് ബയോളജി. അപ്പൊ ഈ കൾച്ചർ ഈസ് ഓഫൺ കോൺട്രാക്റ്റഡ് വിത്ത് ബയോളജി. This distinction between culture and biology become important when human society is compared to that of animals. അപ്പോൾ ഹ്യൂമൻ സൊസൈറ്റി എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്? നമ്മുടെ ബയോളജിക്കലി എല്ലാ ആനിമൽസുമായിട്ട്. ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ഷെയർ ദ സെയിം ബയോളജിക്കൽ ട്രീറ്റ്സ് ലൈക്ക് ഹങ്കർ, ത്രിസ്റ്റ്, സെക്സ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഹ്യൂമൻസിനും ആനിമൽസിനും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സെയിം ബയോളജിക്കൽ ട്രീറ്റ്സ് ആണ്. ലൈക്ക് ഹങ്കർ, ട്രിസ്റ്റ്, സെക്സ് എന്ന് പറഞ്ഞൊക്കെ സെയിം കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ആനിമൽസിലുള്ളത് പോലെ തന്നെ മനുഷ്യരും ഈ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണെന്നും അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് കൾച്ചറും ബയോളജിയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് കൾച്ചറൽ ട്രേറ്റ്സ് ആൻഡ് കൾച്ചറൽ കോംപ്ലക്സ് പഠിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ. ഈ പറഞ്ഞിട്ടുള്ള കൾച്ചർ, ഒരു കൾച്ചറിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തില് കുറച്ച് സവിശേഷതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്യാരക്ടർ ഈസ് സോഷ്യൽ. ക്യാരക്ടർ എന്താണ്? സോഷ്യൽ ആണ്. കൾച്ചർ ഈസ് സോഷ്യൽ. കൾച്ചർ ഈസ് ലേൺഡ് ആൻഡ് ഷെയർഡ്. കൾച്ചർ എന്താണ്? ലേൺഡ് ആൻഡ് ഷെയർഡ്. ലേൺഡ് ആൻഡ് ഷെയർഡ് ആണ്. ട്രാൻസ്മിറ്റഡ് ആണ്, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നതാണ്. സിംബോളിക് ആണ്. കൾച്ചർ ഈസ് സിംബോളിക്. ദെൻ കൾച്ചർ ഈസ് ഡൈനാമിക്. കൾച്ചർ എന്താണ്? ഡൈനാമിക് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ? അപ്പോൾ ഇതും ഈ ഒരു യൂണിറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടൈപ്സ് ഓഫ് കൾച്ചർ ആണ് അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ്. ടൈപ്സ് ഓഫ് കൾച്ചർ, ഇതിൽ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ ആണ് ഇമ്പോർട്ടൻറ്റ്. മെറ്റീരിയലോ അതുപോലെ നോൺ മെറ്റീരിയൽ കൾച്ചർ. കൾച്ചർ എന്ന് പറയുന്നത് മെറ്റീരിയൽ കൾച്ചറും ഉണ്ട്, അതുപോലെ തന്നെ നോൺ മെറ്റീരിയൽ കൾച്ചറും ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എലമെന്റ്സ് ഓഫ് കൾച്ചർ. കൾച്ചറിന് ഒരുപാട് എലമെന്റ്സ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് എലമെന്റ്സ്? ലാംഗ്വേജ്. ഓരോ കൾച്ചറിനും ഡിഫറെന്റ് ലാംഗ്വേജ് ആയിരിക്കും. ആ കൾച്ചറിന് അതിൻ്റെതായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ടായിരിക്കും. ബിലീഫ്സ്, അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു കൾച്ചറിന്റെ വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊരു കൾച്ചറിന്റെ വിശ്വാസം എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ പിന്നെ നോംസ്, വാല്യൂസ്, ഒരുപാട് മൂല്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരിക്കും. സാങ്ഷൻസ്, ഇതൊക്കെ കൾച്ചറിന്റെ എലമെന്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ? പിന്നെ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ, കൾച്ചർ ചേഞ്ച്. കൾച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. എപ്പോ വേണമെങ്കിലും അതിനെന്ത് ചെയ്യാം? മാറ്റം വരാം. ഡൈനാമിക് ആണ്. പിന്നെ ദ എലമെന്റ്സ് ഓഫ് കൾച്ചർ ചേഞ്ച് ഫ്രം ടൈം ടു ടൈം. അപ്പൊ എന്താണ്? ഈ ഒരു കൾച്ചറിൽ ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും മാറ്റങ്ങൾക്ക് വിധേയമാണ്. കൾച്ചറിൽ എന്താ? സമൂഹത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ ടെക്നോളജി വരുന്നതനുസരിച്ച് നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? അതുപോലെ തന്നെ ടൈം ടു ടൈം ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്ലിയർ?
പിന്നെ കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ കൾച്ചറൽ ഇന്നോവേഷൻ, കൾച്ചറൽ ഡിഫ്യൂഷൻ, അക്കൾച്ചറേഷൻ, അസിമിലേഷൻ, അതായത് നമ്മൾ മറ്റൊരു കൾച്ചറിനെ കണ്ടിട്ട് മറ്റൊരു കൾച്ചറിലെ രീതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അഡോപ്റ്റ് ചെയ്യും, നമ്മുടെ കൾച്ചർ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. ആ രീതിയിലുള്ള കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. പിന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതിൽ സബ് കൾച്ചർ ഉണ്ട്, കൗണ്ടർ കൾച്ചർ ഉണ്ട്, കൾച്ചറൽ ഷോക്ക്, ഇതൊക്കെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട്, വൈവിധ്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എത്നോസെൻട്രിസം. എത്നോസെൻട്രിസത്തിൽ നമ്മൾ കൾച്ചറൽ റിലേറ്റിവിസം, മൾട്ടി കൾച്ചറലിസം, ഗ്ലോബലൈസേഷൻ ആൻഡ് കൾച്ചർ, കൾച്ചർ ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്നിങ്ങനെയാണ് നമുക്ക് മെയിൻ ആയിട്ട്. ഇത്രയാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് പേപ്പറിലെ തേർഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ? അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊക്കെ എന്താണ്, നമ്മുടെ ആപ്പില് ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളും നോട്ടുകളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ ആപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിലേക്കാണ് പോകുന്നത്. അപ്പം സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 9 വരുന്നത് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ സാമൂഹ്യ സംഘങ്ങളും സമുദായങ്ങളാണ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ആണ്. അപ്പം wherever the members of any groups, small or large, live together in such a way that are share not these or that interest but the basic conditions of a common life, we call that a group of community. നിങ്ങൾ വിളിക്കാം ഇങ്ങനെ അവരുടെ അവർക്ക് ഉള്ളതൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാം, എല്ലാവരും ഒരുമിച്ച് ജീവിക്കാം, അങ്ങനെയുള്ള അവരെല്ലാവരും ഒരു കോമൺ ലൈഫ് ഫോളോ ചെയ്യുക. ഇതിനൊക്കെ നമുക്ക് ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയാം. എ കമ്മ്യൂണിറ്റി ഈസ് എസെൻഷ്യലി an area of social living എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മാർക്ക്ഡ് ബൈ സം ഡിഗ്രി ഓഫ് സോഷ്യൽ കൊഹറൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റിയുടെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കും. അത്തരത്തിലുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ബോഗർദസ് എന്താ പറഞ്ഞിട്ടുള്ളത്? കമ്മ്യൂണിറ്റി ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് വിത്ത് സം ഡിഗ്രീസ് ഓഫ് വി ഫീലിംഗ് ആൻഡ് ലിവിംഗ് ഇൻ എ ഗിവൺ ഏരിയ. ഓക്കെ, പിന്നെ മറ്റൊന്ന് ഫോർ കിങ്സ്ലി ഡേവിസ് പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിറ്റി ഈസ് ദ സ്മാളസ്റ്റ് ടെറിട്ടോറിയൽ ഗ്രൂപ്പ് ദാറ്റ് ക്യാൻ എംബ്രേസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫ്. അപ്പൊ ഇത്തരത്തിലുള്ള രണ്ട് ഡെഫിനേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഒന്ന് ബോഗർദസിന്റെയാണ്, മറ്റേത് കിങ്സ്ലി ഡേവിസിന്റെയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് കമ്മ്യൂണിറ്റിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത്തരത്തിലുള്ള ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കണം. പിന്നെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് സവിശേഷതകൾ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള സവിശേഷതകളും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓൾ കമ്മ്യൂണിറ്റി നീഡ് നോട്ട് ബി സെൽഫ് സഫിഷ്യന്റ്. എല്ലാം എന്താണ്, സെൽഫ് സഫിഷ്യന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. സം കമ്മ്യൂണിറ്റീസ് ആർ ഓൾ ഇൻക്ലൂസീവ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് അതേഴ്സ്. അപ്പം എല്ലാ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സെൽഫ് സഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലത് മറ്റൊന്നിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതില് ഡെഫിനിറ്റ് ടെറിട്ടറി ഉണ്ട്, പോപ്പുലേഷൻ, ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്, കൾച്ചറൽ സിമിലാരിറ്റി ഉണ്ട്, വി ഫീലിംഗ്, ഓർഗനൈസ്ഡ് ഇന്ററാക്ഷൻ, ഇതൊക്കെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാം. ഏതൊക്കെയാണ്? ഡെഫിനിറ്റ് ടെറിട്ടറി, ഒരു കൃത്യമായുള്ളൊരു ടെറിട്ടറി ഉണ്ടായിരിക്കും. പോപ്പുലേഷൻ, ആളുകൾ, ആ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ്, അപ്പോൾ നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും, ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. കൾച്ചറൽ സിമിലാരിറ്റി, അപ്പൊ ഈ കൾച്ചറിൽ ഒരുപാട്, ആ കൾച്ചറിലെ ആളുകളെല്ലാം ഏകദേശം ഒരുപോലെ ഒരേ രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അവരുടെ ആചാരങ്ങളായിക്കോട്ടെ എല്ലാം സിമിലർ ആയിരിക്കും. വി ഫീലിംഗ് ആയിരിക്കും, അവർ തമ്മിൽ നല്ലൊരു വി ഫീലിങ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു ഫീലിങ്സ് എവിടെ ഉണ്ടായിരിക്കും? കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഉണ്ടായിരിക്കും. ദെൻ ഓർഗനൈസ്ഡ് ഇന്ററാക്ഷൻ, ഒരു കൃത്യമായുള്ള ഒരു ഓർഗനൈസ്ഡ് ഇന്ററാക്ഷൻ ഇവർ തമ്മിൽ, ഈ കമ്മ്യൂണിറ്റി ആളുകൾ തമ്മിൽ ഉണ്ടായിരിക്കും. ഇത്രയൊക്കെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് പറയാം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് സോഷ്യൽ ഗ്രൂപ്പിന്റെ ഒരു ഡെഫിനേഷനാണ്. കമ്മ്യൂണിറ്റിയുടെ ഡെഫിനേഷൻ പഠിച്ചു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ ഗ്രൂപ്പിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്.
അപ്പൊ ഇവിടെ സോഷ്യൽ ഗ്രൂപ്പിനെ അൽബിയൻ സ്മാൾ ഡിഫൈൻ ചെയ്തത് എ ഗ്രൂപ്പ് ആസ് any number of people larger or smaller between whom such relations are discovered that they must be thought of together. അപ്പൊ എന്താ, രണ്ടോ അതിലധികമോ ആളുകൾ കൂട്ടായിട്ട് എന്തെങ്കിലും ലക്ഷ്യം മുൻനിർത്തിയിട്ടോ അവർ ഒരുമിച്ച് താമസിക്കാൻ, അല്ലെങ്കിൽ എന്താ ഒരുമിച്ച് ഒരു ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കാൻ, അത്തരത്തിലുള്ള സ്മാളർ ആവാം ലാർജർ ആവാം, റിലേഷൻസ് ആർ ഡിസ്കവേർഡ് ദാറ്റ് മസ്റ്റ് ബി തോട്ട് ഓഫ് ടുഗെദർ. അപ്പൊ അവര് ഇങ്ങനെ രണ്ടിലധികം ആളുകള് പ്രത്യേക ഉദ്ദേശത്താല് എന്താ ചെറിയ ഗ്രൂപ്പുകളാവാം അല്ലെങ്കിൽ വലിയ ഗ്രൂപ്പുകളാവാം, അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അൽബിയൻ സ്മാൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കമ്മ്യൂണിറ്റി പഠിച്ച പോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പിന്റെയും ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ക്ലിയർ? പിന്നെ നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ്സ് ആണ് പഠിക്കണം. ബേസസ് എന്തൊക്കെയാണ്, പിന്നെ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി സെന്റിമെന്റ്സ്, കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ, കമ്മ്യൂണിറ്റിയും അസോസിയേഷനും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, പിന്നെ ഡെഫിനിഷൻ നമ്മളിപ്പോൾ പറയുന്നുണ്ടായി. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ്സ്, ഈ ഗ്രൂപ്പ്സിന്റെ കുറച്ച് ബേസിസ് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ബേസിസ് മെയിൻ ആയിട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ്, എന്താണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ് ഉണ്ട്. പിന്നെ ജമീൻ ഷാഫ്റ്റ് ആൻഡ് ഗസൽ ഷാഫ്റ്റ് ഉണ്ട്, ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും ഉണ്ട്, പിന്നെ റെഫറൻസ് ഗ്രൂപ്പ്. ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിന്റെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോംസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഡിഫറൻസസും, സോഷ്യൽ ഗ്രൂപ്പും കമ്മ്യൂണിറ്റിയും ഇവ തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്. അപ്പൊ സോഷ്യൽ ഗ്രൂപ്പ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എന്താണെന്ന് പഠിച്ചു. ഇത് തമ്മിലുള്ള ഡിഫറൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പഠിക്കുന്നുണ്ട്. ക്ലിയർ? അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ 9th യൂണിറ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ക്ലിയർ? ഇനി നമ്മൾ നോക്കുന്നത് 10th യൂണിറ്റ് ആണ്. അപ്പൊ 10ാമത്തെ യൂണിറ്റ്, ഈ ഒരു ബ്ലോക്കിലെ 3rd യൂണിറ്റ് വരുന്നത് അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അസോസിയേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും. അപ്പം ഇതില് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അസോസിയേഷൻ, അപ്പം നമ്മൾ ഇതിലും കൃത്യമായിട്ട് എന്താണ് അസോസിയേഷൻ, എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യം നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോ ആർ.എം. മാക്സ്ലർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാക്ലവർ കൊടുത്തിട്ടില്ല, ആൻ ഓർഗനൈസേഷൻ ഡെലിബറേറ്റ്ലി ഫോംഡ് ഫോർ ദ കളക്റ്റീവ് പെർസ്യൂട്ട് ഓഫ് സം ഇൻട്രസ്റ്റ് ഓർ എ സെറ്റ് ഓഫ് ഇൻട്രസ്റ്റ് which its members share. അപ്പോൾ കുറച്ച് എന്താ എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള താല്പര്യം, ഒരു കുറച്ച് ഇൻട്രസ്റ്റ്, അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ചേർന്നിട്ട് കൂടിയിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞുള്ള അസോസിയേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് ആർ.എം. മക്ലവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ മോറിസ് ജിൻസ്ബർഗ് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഡെഫിനിഷൻ ഉണ്ട്. An association is a group of social beings related to one another by the fact that they possess or have institute in common an organization with a view to securing a specific end or specific end. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് ഡെഫിനിഷൻ വേണമെങ്കിലും പഠിക്കാം. നിങ്ങൾക്ക് സിമ്പിൾ എന്ന് തോന്നുന്നത് ഒന്നും കൂടി സിമ്പിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഡെഫിനിഷൻ ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ 2 വ്യക്തികളുടെ ഡെഫിനിഷനെ കൊടുത്തതിൽ കൂടുതൽ ഒരുപാട് ഡെഫിനിഷൻ ഉണ്ടാവും നമുക്ക്, പക്ഷെ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത വരുന്നത് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസോസിയേഷൻ ആണ്. ഈ പറഞ്ഞുള്ള അസോസിയേഷന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ ഉണ്ട്. ആ സവിശേഷതകൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അസോസിയേഷൻ എ ഹ്യൂമൻ ഗ്രൂപ്പ് എന്തായിരിക്കും, ഒരു ആളുകളുടെ വ്യക്തികളുടെ ഗ്രൂപ്പാണ്, മനുഷ്യരുടെ ഗ്രൂപ്പാണ്. കോമൺ ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് എല്ലാവർക്കും, ഈ അസോസിയേഷനുള്ള എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു താല്പര്യം, പൊതു താല്പര്യം ഉണ്ടായിരിക്കും. അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അസോസിയേഷൻ അവർ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അസോസിയേഷൻ ആസ് എൻ ഓർഗനൈസേഷൻ, അസോസിയേഷൻ ഓർഗനൈസേഷൻ്റെ ഭാഗം. റെഗുലേഷൻ ഓഫ് റിലേഷൻ, അപ്പൊ ഇതിനും കൃത്യമായുള്ള കുറച്ച് റെഗുലേഷൻ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പാലിച്ചിട്ടാണ് ഈ അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത്. കോഓപ്പറേറ്റീവ് സ്പിരിറ്റ്, അത് തമ്മിൽ ഒരു കോഓപ്പറേഷനോടുകൂടി എല്ലാവരും തമ്മിൽ നല്ല സഹകരണം ഉണ്ടായിരിക്കും. മെമ്പർഷിപ്പ് ഈസ് വോളണ്ടറി, അപ്പൊ അതിലുള്ള ഒരു അസോസിയേഷൻ എല്ലാവരും എന്തെങ്കിലും ഒരു മെമ്പർഷിപ്പ് ഉണ്ട്, മെമ്പർഷിപ്പിലൂടെയാണ് ആ അസോസിയേഷന്റെ ഭാഗമാവുന്നത്. അസോസിയേഷൻ ഹാസ് കോർപ്പറേറ്റ് ക്യാരക്ടർ,
എന്താണ് ഒരു കോർപ്പറേറ്റ് ക്യാരക്ടർ ആയിരിക്കും. അസോസിയേഷൻസ് ആസ് ഏജൻസി, ഏജൻസികൾ ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അസോസിയേഷൻ്റെതും നിങ്ങൾ കുറച്ചെണ്ണം പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത ഈ ഒരു യൂണിറ്റിന്റെ 2 ടേം ഉണ്ടായിരുന്നു, അസോസിയേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും. സെക്കൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനും ഇതുപോലെ തന്നെ നമ്മളൊരു ഡെഫിനിഷൻ പഠിക്കണം. ഓക്കെ, ഇവിടെ മോറിസ് ജിൻസ്ബർഗിന്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Institutions are definite and sanctioned from or forms or modes of relationship between social being in respect to one another or to some external object. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡെഫിനിഷനും നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷന്റെ ടൈപ്സ് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ച ശേഷം ഇൻസ്റ്റിറ്റ്യൂഷന്റെ ടൈപ്സ്. എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്, കിങ്ഷിപ്പ് മാരേജ് ഫാമിലി, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. പിന്നെ പെർസ്പെക്റ്റീവ് ഓൺ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് 3 പെർസ്പെക്റ്റീവ് ആണ്. ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ്, കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ് ആൻഡ് ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എത്ര ഉണ്ട്, എത്ര ടൈപ്സ് ഉണ്ട്, എത്ര പെർസ്പെക്റ്റീവ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇതിന് ഡീറ്റെയിൽഡ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ദെൻ നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് പോവുകയാണ്. യൂണിറ്റ് 11 എന്ന് പറയുന്നത് സ്റ്റേറ്റസ് ആൻഡ് റൂൾ ആണ്. സ്റ്റേറ്റസ് ആൻഡ് റൂൾ. അപ്പോൾ this unit seeks to introduce you to the concept of status and role, which are important aspects of the social structure of any society. അപ്പോൾ ഒരു സമൂഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റസും അതുപോലെ റോളും. ആ റോളിനെ കുറിച്ചും സ്റ്റേറ്റസിനെ കുറിച്ചും പറയുന്നതാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ എന്താണ് സ്റ്റേറ്റസ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം പഠിക്കണം. In simple terms, status is a position occupied by a person in the society. സമൂഹത്തില് ഒരു വ്യക്തിയുടെ സ്ഥാനം. അപ്പോൾ എന്റെ സ്ഥാനം ഇതാണ്, നിങ്ങളെ ഓരോരുത്തരും ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത്, ആ ഒരു സ്ഥാനത്തെയാണ് നമ്മൾ സ്റ്റേറ്റസ്. സമൂഹത്തിലെ എന്റെ സ്ഥാനം ഇതാണ്, ഞാനിപ്പോ ഇന്ന ജോലി ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ സ്ഥാനം എന്താണ്. അപ്പൊ അതാണ് നിങ്ങളുടെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. പിന്നെ a person can have several status at point of time, such as being a doctor, social worker, member of book reading club, guitarist and manager in a company. അപ്പോൾ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ എന്തായിരിക്കും സ്റ്റേറ്റസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ബീങ് എ ഡോക്ടർ എന്തായിരിക്കും, ഒരു മകളുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറാണ്, ഒരു ബുക്ക് റീഡിംഗ് ക്ലബിലെ മെമ്പറാണ്, ഗിറ്റാറിസ്റ്റ് ആണ്, മാനേജർ ഇൻ കമ്പനിയിൽ മാനേജറാണ്. ഇതൊക്കെ ഒരാളെ സംബന്ധിച്ചിട്ട് ഒരാളുടെ സ്റ്റേറ്റസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ സ്റ്റേറ്റസുകൾ ഒരുപാടുണ്ടായി, പദവികൾ എന്ന് പറയും. അപ്പോൾ ഒരുപാട് മേഖലയിൽ നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റസ് എന്താണ് എന്നുള്ള കാര്യം പറയാം. Okay, a combination of all these status that person hold is called status set. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സ്റ്റേറ്റസ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയും. ഓക്കെ, സ്റ്റാറ്റസ് സെറ്റ്. പിന്നെ ടു ടൈപ്സ് ഓഫ് സ്റ്റേറ്റസ് പ്രധാനമായിട്ടും 2 ടൈപ്സ് ഉള്ളത്. അസ്ക്രൈബ്ഡ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസും പിന്നെ മാസ്റ്റർ സ്റ്റാറ്റസും. അസ്ക്രൈബ്ഡ് ആൻഡ് അച്ചീവ്ഡ് പറഞ്ഞാൽ, അസ്ക്രൈബ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് നമ്മൾ ജനിക്കുന്നത് മൂലം ജന്മനാ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റേറ്റസ് ആണ്. നമ്മൾ ജനിച്ചത് മുതൽ ജന്മനാ കിട്ടുന്ന ഒരു സ്റ്റേറ്റസ് ആണ് അസ്ക്രൈബ്ഡ്. എന്നാൽ അച്ചീവ്ഡ് സ്റ്റാറ്റസ് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് അച്ചീവ് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റാറ്റസ് ആണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ക്ലിയർ? പിന്നെ കോൺസെപ്റ്റ് ഓഫ് റോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് റോൾ, നമ്മുടെ സമൂഹത്തിൽ എന്താണ് നമ്മുടെ റോള് എന്നുള്ള കാര്യമാണ് ഇവിടെയും പഠിക്കുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് റോളിന് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പോൾ അസ്ക്രൈബ്ഡ് റോളും അച്ചീവ്ഡ് റോളും ഉണ്ട്. റിലേഷൻ ആൻഡ് നോൺ റിലേഷൻ റോൾ ഉണ്ട്. ബേസിക് ജനറൽ ആൻഡ് ഇൻഡിപെൻഡന്റ് റോൾ. അപ്പൊ ഇത്രയും റോളുകളാണ് നമ്മുടെ സമൂഹത്തിൽ. ഏതൊക്കെയാണ്? അസ്ക്രൈബ്ഡ് റോൾസ് ആൻഡ് അച്ചീവ്ഡ് റോള്, റാഷണൽ ആൻഡ് നോൺ റാഷണൽ റോള്, ബേസിക് ജനറൽ ആൻഡ് ഇൻഡിപെൻഡന്റ് റോൾസ്. ഇത്രയും റോളുകളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ഡയമെൻഷൻസ് ഓഫ് റോൾ ആണ് ഇതിൽ ലാസ്റ്റ് ആയിട്ട് ഈ യൂണിറ്റിൽ ഇമ്പോർട്ടന്റ് വരുന്നത്. മൾട്ടിപ്പിൾ റോൾസ് ആൻഡ് റൂള്. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ റോളും ഉണ്ട്, റോൾ സെറ്റും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ
അതിനുള്ള ഒരു പിക്ചറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ റോൾ എന്താണുള്ളത്, ഒരേ സമയം ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും, അത് വർക്ക് പ്ലേസിൽ സെയിൽസ്മാൻ ആയിരിക്കും, ഒരു ഫാമിലിയിൽ ബ്രദർ ആയിരിക്കും, സ്പോർട്സ് പ്ലെയർ ആയിരിക്കും, പാർട്ട് ടൈം വളണ്ടിയർ ഒക്കെ ആയിരിക്കും. അതാണ് മൾട്ടിപ്പിൾ. ഒരാൾക്ക് തന്നെ ഒരുപാട് മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതിലൊക്കെ നമ്മുടെ റോൾ ഉണ്ട്. എന്നാൽ റോൾ സെറ്റ് എന്ന് പറയുമ്പോഴോ, മനോജ് ടീച്ചർ ഇൻ എ ഗവൺമെന്റ് സ്കൂൾ, ഒരു ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്. അതേസമയം സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, കോളേജസ് ഉണ്ടാവും, നോൺ ടീച്ചർ സ്റ്റാഫ് ഉണ്ടാവും, ടീച്ചേഴ്സ് യൂണിയൻ ഉണ്ടാവും. ഇതൊക്കെ എല്ലാം കൂടി ചേർന്നാണ് റോൾ സെറ്റ്. ഇതൊക്കെ മാനേജ് ചെയ്യണം, അതാണ് റോൾ സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ റോൾ സൈൻ ഉണ്ട്, റോൾ ചേഞ്ചിങ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പോയിന്റ്സുകളാണ്, ഇത്രയാണ് ഡയമെൻഷൻസ് പറയുന്നത്. ക്ലിയർ? പിന്നെ നമുക്ക് 12ാമത്തെ നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് സോഷ്യലൈസേഷൻ ആണ്, സാമൂഹ്യവൽക്കരണം. അപ്പൊ എന്താണ് സോഷ്യലൈസേഷൻ? സോഷ്യലൈസേഷൻ മീനിങ് ആൻഡ് ഡെഫിനിഷൻ. അപ്പൊ ഇവിടെയും ഒരു ഡെഫിനിഷൻ കാണാം, ആന്റണി ഗിഡൻസിന്റെ. Socialization refers to the process which transforms a quite helpless human infant into a self-aware, knowledgeable person who is skilled in the way of their society's culture. അപ്പോൾ ഇത്തരത്തില് ഒരു ഡെഫിനിഷൻ നമ്മുടെ സമൂഹത്തിൽ പല ഈ പറഞ്ഞുള്ള റോളും സ്റ്റേറ്റസും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ സമൂഹവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ മനുഷ്യരുമായിട്ട് ഇടപഴകുന്നുണ്ട്. അങ്ങനെ നമ്മൾ സോഷ്യലൈസേഷന്റെ ഭാഗമാവുന്നുണ്ട്. അപ്പൊ ഇവിടെ മറ്റൊരു ഡെഫിനേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്, പെട്രോസ്ലിന്റെ. By this is meant simply the transmission of culture, the process whereby men learn the rules and practices of social groups. Socialization is an aspect of whole activity within human society എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ സോഷ്യലൈസേഷൻ. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ നമ്മുടെ സ്റ്റേറ്റസും റോളും ഇതൊക്കെ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സോഷ്യലൈസേഷന്റെ ഭാഗമാണ്. പിന്നെ ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പ്രൈമറി സോഷ്യലൈസേഷൻ ഉണ്ട്, സെക്കൻഡറി സോഷ്യലൈസേഷൻ ഉണ്ട്, ജെൻഡർ സോഷ്യലൈസേഷൻ ഉണ്ട്, ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ ഉണ്ട്, റീസോഷ്യലൈസേഷൻ, അഡൽട്ട് സോഷ്യലൈസേഷൻ. ഇത്രയാണ് ഇതിന്റെ ടൈപ്സ് വരുന്നത്. പിന്നെ തിയറീസ്, അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യണം, തിയറീസ് നമുക്ക് 3 തിയറീസ് ആണ് ഈ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. ജോർജ് ഹെർബർട്ട് മീഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് എന്ന് പറഞ്ഞ ഫസ്റ്റ്, ദെൻ ചാൾസ് ഹോൾസ്റ്റൺ കൂലി ആൻഡ് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ്, സിഗ്മണ്ട് ഫ്രോയിഡ് ആൻഡ് സൈക്കോ അനലിസ്റ്റിക് തിയറി. അപ്പൊ ഇത്രയും തിയറീസും നമ്മുടെ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ തിയറികളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചെടുക്കണം. നമുക്ക് വെറുതെ എന്തെങ്കിലും ഒരു ക്ലാസ് കണ്ടിട്ടോ തലേ ദിവസം എന്തെങ്കിലും വായിച്ചതോ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി പോയാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഫെയിൽ ആവുകയും ചെയ്യും. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ കണ്ടന്റ് നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? പിന്നെ നമുക്ക് ഏജൻസ് ഓഫ് സോഷ്യലൈസേഷന് ഒരുപാട് ഏജൻസ് ഉണ്ട്, സാമൂഹ്യവൽക്കരണത്തിന്റെ ഏജന്റ്. പ്രൈമറി ഏജന്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഫാമിലി തന്നെയാണ്, കുടുംബത്തിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് അല്ലെ. അപ്പോൾ പ്രൈമറി ഏജന്റ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. പിന്നെ നമ്മൾ വലുതാകുമ്പോൾ എന്തായി, കൂട്ടുകാരൊക്കെ ആയി, പിയർ ഗ്രൂപ്പ്സ് ആയി. പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങി, സ്കൂൾ എന്ന് പറയുമ്പോൾ മറ്റൊരു ഏജന്റാണ്. പിന്നെ മാസ് മീഡിയ. അപ്പൊ ഇതൊക്കെ നമ്മുടെ സോഷ്യലൈസേഷന്റെ ഏജന്റുകളാണ്. ഇതിനെക്കുറിച്ചും നമുക്ക് എക്സാമിൽ ചോദിക്കാം. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ക്ലിയർ? Then next chapter unit വരുന്നത് യൂണിറ്റ് 13 സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. അപ്പോൾ ഇവിടെ ഫങ്ഷണലിസം is the name of approaching social anthropology and sociology according to which a society is whole interconnected parts where each part contribute to mainstream of the whole. അപ്പോൾ ഇവിടെ ഈ ഒരു യൂണിറ്റിൽ in this unit we expose concept of function in sociological writings. അപ്പം എന്താണ് ഫങ്ഷൻസ്, സോഷ്യോളജിക്കൽ ഫങ്ഷൻസ്, അതുപോലെ തന്നെ സ്ട്രക്ചർ എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇത് ഇത്രയും പോയിന്റ്സുകളാണ് ഇതിൽ പഠിക്കുന്നത്. ഫ്രം പോസിറ്റിവിസം ടു ഫങ്ഷണലിസം, ദ പ്രിമിസസ് ഓഫ് ഫങ്ഷണലിസം ഇൻ സോഷ്യൽ ആന്ത്രപ്പോളജി, റാഡ്ക്ലിഫ്, ബ്രൗൺ ആൻഡ് മലിനോസ്കി. അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റാഡ്ക്ലിഫ്, ബ്രൗൺ ആൻഡ് മലിനോസ്കിനെ കുറിച്ച് നമ്മൾ അവരുടെ ഫങ്ഷണലിസം ഇൻ സോഷ്യൽ ആന്ത്രപ്പോളജി എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം.
Then functionalists of a talcode person. Next person ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, talcode person എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഈ ഒരു ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ്, ഫസ്റ്റ് പേപ്പറിലെ 3rd ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 14, സോഷ്യൽ കൺട്രോൾ ആൻഡ് ചേഞ്ച്. അപ്പൊ സമൂഹത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടല്ലേ. അപ്പൊ സമൂഹത്തിൽ നിയന്ത്രണം ഇല്ലെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നിങ്ങൾ എവിടെയാണോ ഒരു സ്കൂളിൽ പഠിക്കുകയാണ്, അപ്പൊ അവിടെ ഒരു നിയന്ത്രണവും ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലും ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സോഷ്യൽ കൺട്രോൾ ഈസ് എ സെൻട്രൽ കോൺസെപ്റ്റ് ഇൻ സോഷ്യോളജി. സോഷ്യോളജി തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. All of us are expected to behave in a certain way. അപ്പൊ ഇതിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. The purpose of social control is the term indicate is to exercise control over people in an effective manner. അപ്പം conforming or behaving in accordance with the norms of society is referred to the conformity. അപ്പൊ നമ്മൾ എന്താണ് സോഷ്യൽ കൺട്രോൾ എന്നുള്ള കൃത്യമായിട്ട് അതിന്റെ മീനിങ് പഠിക്കണം. പിന്നെ അതിന്റെ ടൈപ്സാണ്, 2 ടൈപ്സാണ് പറയുന്നത്, ഫോർമൽ കൺട്രോളും ഇൻഫോർമൽ കൺട്രോളും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ കൺട്രോൾ ബൈ ലോ, കൺട്രോൾ ബൈ എഡ്യൂക്കേഷൻ, കൺട്രോൾ ബൈ പബ്ലിക് ഒപ്പീനിയൻ, കൺട്രോൾ ബൈ പ്രൊപ്പഗൻഡ, കൺട്രോൾ ബൈ കൊറേഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള ഏജൻസീസുകളും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് സോഷ്യൽ ചേഞ്ച്. എന്താണ് സമൂഹത്തിൽ ഒരുപാട് മാറ്റം ഉണ്ട്, ടെക്നോളജിയിൽ മാറ്റം വരുന്നത്. അപ്പൊ ദിനം പ്രതി നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പൊ അത്തരത്തിലുള്ള മീനിങ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ച് മനസ്സിലാക്കാനുള്ള കുറച്ച് അപ്രോച്ചസുകൾ. അപ്പോൾ ഫ്യൂ അപ്രോച്ചസ് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് എവല്യൂഷണറി തിയറി ഉണ്ട്, സൈക്ലിക്കൽ തിയറി ഉണ്ട്, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് തിയറി. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് അപ്രോച്ചസ് എന്ന് പറയുന്നത്, സോഷ്യൽ ചേഞ്ചസിന്റെ അപ്രോച്ചസ്. ക്ലിയർ? പിന്നെ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ച് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ ചേഞ്ചിന് ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ജോഗ്രഫി ഫാക്ടേഴ്സ് ഉണ്ട്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ നമ്മുടെ സമൂഹത്തിലെ സോഷ്യൽ ചേഞ്ചിന് കാരണമാവുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പേപ്പറിലെ 3rd ബ്ലോക്കിൽ വരുന്ന യൂണിറ്റിൽ 7 യൂണിറ്റ് എന്ന് പറയും. അപ്പൊ ഇതിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഇതിനെ മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാലോ. അപ്പൊ 20 മാർക്കാണ്. നമ്മൾ ആ പോയിന്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തേലും എഴുതി വെച്ചാൽ 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ടുള്ള ഒരു കണ്ടന്റ് എന്ത് ചെയ്യണം, നമുക്ക് തറവായിട്ട് അറിഞ്ഞിരിക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ പറഞ്ഞിട്ടുള്ള എല്ലാതും നമുക്ക് ഷോർട്ടായിട്ട് എന്താന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നമുക്ക് ആപ്പിൽ ലഭ്യമാണ്. അപ്പം എല്ലാവരും ജോയിൻ ചെയ്യുക, ഒട്ടും പഠിച്ചിരിക്കാതെ എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് കൾച്ചർ? എന്താണ് കൾച്ചർ? ഡിസ്ക്രൈബ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ നമ്മൾ കൾച്ചറും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സുമാണ് 20 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. പിന്നെയോ എക്സ്പ്ലെയിൻ ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. എന്താണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്? ബേസിസ് എന്തൊക്കെയാണ് അതാണ് സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്ക്രൈബ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി. അപ്പൊ കമ്മ്യൂണിറ്റി എന്താണെന്ന് എഴുതാം, എന്നിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഡിസ്കസ് ദ സ്ട്രക്ചറൽ ഫംഗ്ഷൻ അപ്രോച്ച് ഓഫ് റാഡ്ക്ലിഫ് ബ്രൗൺ. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗണിനെ കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ അപ്രോച്ചസിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ ആൻഡ് ഇറ്റ്സ് മേജർ ക്യാരക്ടറിസ്റ്റിക്സ്. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അതാണ് കൾച്ചറും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും. പിന്നെ വാട്ട് ഈസ് കമ്മ്യൂണിറ്റി? ഹൗ ഹാവ് സോഷ്യോളജിസ്റ്റ് ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ് ഡിസ്ക്രൈബ് എ കമ്മ്യൂണിറ്റി. അപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി? അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു പാറ്റേൺ തന്നെയാണ് ക്വസ്റ്റ്യൻസ് കാണുന്നത്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ഡിഫറെന്റ് ടൈപ്സ്. വാട്ട് ഈസ് സോഷ്യൽ സ്റ്റാറ്റസ്? അപ്പൊ ഇത്തരത്തില് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകാനായിട്ട്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുക, അതിനുള്ള ആൻസർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അതിനനുസരിച്ച് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകാം. അപ്പൊ അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി.
ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇനി സെക്കൻഡ് പേപ്പറിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് BSOC 102 സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 ആണ്. ക്ലിയർ? അപ്പൊ ഈ ഒരു പേപ്പറിൽ നമുക്ക് 3 ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സസ്, ബ്ലോക്ക് 2 ഇന്റർഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 1, then ബ്ലോക്ക് 3 ഇന്റർഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 2. അപ്പൊ ഇതിൽ ബ്ലോക്ക് 1 ഉം ബ്ലോക്ക് 2 നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 3 ആണ്, ഇന്റർഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 2. ഈ ഒരു യൂണിറ്റിലും നമുക്ക് ഈ ഒരു ബ്ലോക്കിലും നമുക്ക് 5 യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. യൂണിറ്റ് 10 ഫാമിലി, മാരേജ് ആൻഡ് കിങ്ഷിപ്പ്, യൂണിറ്റ് 11 റിലീജിയൻ ആൻഡ് സൊസൈറ്റി, യൂണിറ്റ് 12 റേസ് ആൻഡ് എത്നിസിറ്റി, യൂണിറ്റ് 13 പൊളിറ്റി ആൻഡ് സൊസൈറ്റി, യൂണിറ്റ് 14 ഇക്കോണമി ആൻഡ് സൊസൈറ്റി. അപ്പോൾ അത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഓരോ യൂണിറ്റിനെയും എടുത്ത് നോക്കാം. ഫാമിലി, മാരേജ്, കിങ്ഷിപ്പ്. അപ്പൊ ഇവിടെ ഫാമിലി എന്താണ്, കിങ്ഷിപ്പ് എന്താണ്, മാരേജ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി. ഫാമിലി എന്ന് പറയുന്നത് റോമൻ വേർഡ് ആയിട്ടുള്ള ഫാമുലസ് എന്നുള്ള വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്, വിച്ച് മീൻസ് സെർവന്റ്. അതിന്റെ മീനിങ് എന്താണ്? സെർവന്റ് ആണ്. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഫെമിലിയ, വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ്. ഈ വേർഡിൽ നിന്നൊക്കെയാണ് ഫാമിലി എന്നുള്ള ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഫാമിലി എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ആ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സാലിറ്റി, ഫിനാൻഷ്യൽ പ്രൊവിഷൻ, ലിമിറ്റഡ് സൈസ് ആൻഡ് ന്യൂക്ലിയസ്, ഇമോഷണൽ ബേസിസ്, സോഷ്യൽ റെഗുലേഷൻ. ഇത്തരത്തിൽ ഒരുപാട് സൈലന്റ് ഫീച്ചേഴ്സും നമ്മുടെ ഫാമിലിയിൽ പറയാനുണ്ട്. പിന്നെ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്യാം. സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്സ് നീഡ്സ് ഓർ ബയോളജിക്കൽ ഫങ്ഷൻ, പ്രൊഡക്ഷൻ ആൻഡ് റിയറിംഗ് ഓഫ് ചിൽഡ്രൻ, provision of home and minimum basis facilities or economic function, giving love and sympathy or psychological function, socialization, protest of young. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഫാമിലിയുടെ ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ്. പിന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിലി പഠിക്കുന്നുണ്ട്. ന്യൂക്ലിയർ ജോയിന്റ് ഫാമിലി, അണുകുടുംബം, കൂട്ടുകുടുംബം. അതുപോലെ തന്നെ കണ്ടിന്യൂ ഓഫ് ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ഫാമിലി സിസ്റ്റം. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലി എന്താണ്, അതുപോലെ തന്നെ ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബം, അണുകുടുംബം തമ്മിൽ വ്യത്യാസം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്, പ്രധാന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മീനിങ് പഠിക്കുന്നുണ്ട്. യൂണിവേഴ്സാലിറ്റി ഓഫ് മാരേജ് ഇൻ ഇന്ത്യ, റൂൾസ്, സ്പൗസ് സെലക്ഷൻ ഇൻ മാരേജ്. അപ്പോൾ ഈ സ്പൗസിനെ സെലക്ട് ചെയ്യുന്നുള്ള റൂൾസ് എന്തൊക്കെയാണ് ഒരു മാരേജിൽ, ഫോംസ് ഓഫ് മാരേജ് ഏതൊക്കെയാണ്, ഡിഫറെന്റ് ഫോംസ് വരുന്നത്. പിന്നെ കിങ്ഷിപ്പ് പറഞ്ഞാൽ ബന്ധുത്വം അല്ലെ, നമ്മളെ ബന്ധുക്കളായി മാറുക എന്ന് പറയുമ്പോൾ അതെന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ബേസിക് കോൺസെപ്റ്റ് എന്താണ് കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാലും. രക്തബന്ധത്തിലൂടെ അല്ലെങ്കിൽ മാരേജിലൂടെ ഒക്കെ നമ്മൾ ബന്ധുക്കളായി മാറുന്നുണ്ട്. ഓക്കെ, അത്തരത്തില് കിങ്ഷിപ്പ് എന്ന് പറയുമ്പോൾ ബന്ധുത്വം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ചും നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ബേസിക് കോൺസെപ്റ്റ് ഇൻ കിങ്ഷിപ്പ്, പ്രിൻസിപ്പിൾ ഓഫ് ഡീസന്റ്, ടൈപ്സ് ഓഫ് ഡീസന്റ്, ഇത്രയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. കിങ്ഷിപ്പിന്റെ പാർട്ടിൽ പഠിക്കുന്നത്. ഇതില് ഫങ്ഷൻസ് ഓഫ് ഡീസന്റ് ഗ്രൂപ്പ്സിൽ ഇൻഹെറിറ്റൻസ് റൂൾസ് ഉണ്ട്, റൂൾസ് ഓഫ് റെസിഡൻസ് ഉണ്ട്, പാട്രിയാർക്കി ആൻഡ് മാട്രിയാർക്കി. പാട്രിയാർക്കി പറയുമ്പോൾ അവിടെ പുരുഷനാണ് ആധിപത്യം, മാട്രിയാർക്കി പറയുമ്പോൾ സ്ത്രീക്കാണ് ആധിപത്യം. ക്ലിയർ? അപ്പൊ കിങ്ഷിപ്പ് എന്ന് പറയുമ്പോൾ 2 ബന്ധുക്കള് ബൈ മാരേജിലൂടെ ഒരു പുതിയ കുടുംബമായിട്ട് മാറാണ്. അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും ഡിഫറെന്റ് ഫാമിലി ഉള്ളവരെ, അവർ കല്യാണം എന്നുള്ളൊരു മാരേജ് എന്നുള്ള കോൺസെപ്റ്റിലൂടെ ഒരു ബന്ധുവായിട്ട് മാറാണ്. അപ്പൊ അവിടെ ഉള്ളത് മാരേജ് റിലേഷൻ. അപ്പൊ അവർക്ക് ഉണ്ടാവുന്ന കുട്ടിയും ഈ അച്ഛനും തമ്മിലുള്ള ബന്ധം എന്താണ് ബ്ലഡ് റിലേഷൻ, രക്തബന്ധം. അപ്പൊ അത്തരത്തിലൊക്കെ നമ്മുടെ കിങ്ഷിപ്പിനെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ക്ലിയർ? പിന്നെ സെക്കൻഡ് യൂണിറ്റ് വരുന്നത് റിലീജിയൻ ആൻഡ് സൊസൈറ്റിയാണ്. റിലീജിയനും സൊസൈറ്റിയും. അപ്പോൾ സോഷ്യോളജിക്കൽ തിയറീസ് എക്സ്പ്ലെയിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് സൊസൈറ്റി. അപ്പോൾ പ്രധാനമായിട്ട് ഈ 3 വ്യക്തികൾ, എമിലി ഡർക്കിയും മാക്സ് വെബർ, കാൾ മാക്സ്, ഇവരെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. ദെൻ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ ഏതൊക്കെയാണ്? ഓറിയന്റൽ ആൻഡ് ഇൻഡോളജിക്കൽ കൺസ്ട്രക്ഷൻ റിലീജിയൻ ഇൻ ഇന്ത്യ. അപ്പോൾ
എങ്ങനെയാണ് ഇന്ത്യയിലെ റിലീജിയൻ ആൻഡ് സൊസൈറ്റി എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റിലീജിയൻസ് ഏതൊക്കെയാണ്? ഹിന്ദുയിസം ഉണ്ട്, ഇസ്ലാം, സിക്കിം, ക്രിസ്ത്യാനിറ്റി, ബുദ്ധിസം, ഇതൊക്കെ ഇന്ത്യയിലെ റിലീജിയൻസ് ആണ്. അതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് റേസ് ആൻഡ് എത്നിസിറ്റി ആണ്. എന്താണ് റേസ് ആൻഡ് എത്നിസിറ്റി? അപ്പോൾ റേസ് എന്ന് പറയുമ്പം race is thus a category of human being due to some of the physical features including skin color and other facial features. അപ്പോൾ ഈ സ്കിൻ കളറിന്റെ ബേസിലോ അതർ ഫിസിക്കൽ ഫീച്ചേഴ്സിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു വിഭാഗത്തെ നമ്മൾ മാറ്റുകയാണ് അല്ലേ. അപ്പോൾ ഈ റേസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഈ ഒരു യൂണിറ്റിലാണ്. പിന്നെ റേസ് ആസ് എ സോഷ്യൽ കൺസ്ട്രക്ഷനിൽ റേസിന്റെ പാർട്ട് എന്താണ്, റേസിസം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ എത്നിക് ഗ്രൂപ്പും എത്നിസിറ്റിയും, എത്നിക് ഗ്രൂപ്പിന്റെ ഡെഫിനിഷനും ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടൻ്റ് ആണ്, എത്നിസിറ്റിയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തിയറീസ് ഓഫ് എത്നിസിറ്റി എന്ന് പറയുന്നത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രീ മൊഡാലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്, ഇൻസ്ട്രുമെന്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്, സിറ്റുവേറ്റീവ് പ്രീമോഡിയൽ അപ്രോച്ച് എന്ന് പറയും. പിന്നെ ഡിഫറെന്റ് ബിറ്റ്വീൻ റേസും എത്നിസിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഡിഫറൻസസും കൂടി നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് ആണ് പൊളൈറ്റി ആൻഡ് സൊസൈറ്റി. ഡിഫൈൻ പൊളൈറ്റി ആൻഡ് സൊസൈറ്റി ആർ ഇന്റർലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ. രണ്ടെന്താ നല്ല റിലേഷൻഷിപ്പ് ഉള്ള രണ്ട് കോൺസെപ്റ്റുകളാണ് പൊളൈറ്റിയും അതുപോലെ തന്നെ സൊസൈറ്റി എന്ന് പറയുന്നത്. All societies have some way and means to organize its members on the basis of certain social, political, economical criteria. അപ്പോൾ എല്ലാ മെമ്പേഴ്സിനും ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ ആയിക്കോട്ടെ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ എക്കണോമിക് ക്രൈറ്റീരിയകൾ ഉണ്ടായിരിക്കും. ദിസ് കുഡ് ബി ബേസ്ഡ് ഓൺ ഏജ്, സെക്സ് കാറ്റഗറീസ്, ഓൺ ക്രൈറ്റീരിയ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അവരുടെ ഏജ്, സെക്സ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. Of birth in the social group based on ascription as in simple tribal societies or caste society. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താണ് പൊളൈറ്റി എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഭാഗത്തിന് പഠിച്ചു വെക്കാം. ക്ലിയർ? പിന്നെ നമ്മൾ പഠിക്കുന്നത് സ്റ്റേറ്റ്, നേഷൻ ആൻഡ് സൊസൈറ്റിയാണ്. സ്റ്റേറ്റ്, നേഷൻ ആൻഡ് സൊസൈറ്റി പഠിക്കുന്നുണ്ട്. എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണൽ സ്റ്റേറ്റ്. എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണൽ സ്റ്റേറ്റിന്റെ എമർജൻസ് എങ്ങനെയാണ്? ആബ്സെൻസ് ഓഫ് ദി ഐഡിയ ഓഫ് നാഷൻ ബിഫോർ 1858. 1858 മുന്നേ എങ്ങനെയായിരുന്നു ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഗ്രോത്ത് എങ്ങനെയാണ് എന്നുള്ളതും നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നാച്ചർ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. നാച്ചർ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറയുന്നു. ഇവിടെ സ്ട്രാറ്റജി അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ ഉണ്ട്, സ്ട്രാറ്റജി അറ്റ് ദ എക്കണോമിക് ലെവൽ ഉണ്ട്, ഫോഴ്സസ് വിച്ച് ചലഞ്ച് നേഷൻ ബിൽഡിംഗ് എഫേർട്ട് ഉണ്ട്. അപ്പൊ ഇത്രയും പോയിന്റുകൾ നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? നാച്ചർ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ നാഷണൽ ഇന്റഗ്രേഷൻ. ക്ലിയർ? അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ അണ്ടർല, അതായത് പൊളൈറ്റി ആൻഡ് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാനുള്ളത്. പിന്നെ ഇക്കോണമി ആൻഡ് സൊസൈറ്റി. അപ്പൊ ഇവിടെ ഇക്കോണമി എന്നുള്ള കോൺസെപ്റ്റ് എന്താണ് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പാകത്തിന് നമ്മൾ പഠിക്കണം. The word economy is a Greek word which means household management. എന്താണ്? household management എന്നാണ് ഇക്കോണമിയുടെ മീനിങ്. The economics as an area of study attracted the attention of philosophers, notably Aristotle, but the modern study of economics began in the 18th century Europe, particularly in Scotland and France. അപ്പോൾ ഈ ഒരു വേർഡ് എന്താ ഈ പറഞ്ഞ 18th സെഞ്ചുറിയിൽ സ്കോട്ട്ലാൻഡ് അല്ലെങ്കിൽ ഫ്രാൻസിലൊക്കെ വന്നിട്ടുള്ള ഒരു വേർഡാണ്. അപ്പോൾ ഈ ഒരു വേർഡിന്റെ മീനിങ്, ഗ്രീക്ക് വേർഡിന്റെ മീനിങ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ്. അപ്പൊ ഈ കോൺസെപ്റ്റ് എന്താണ് ഇക്കോണമി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്കോണമി ആൻഡ് സൊസൈറ്റി. ഈ ഇക്കോണമിയും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്സ് ഓഫ് ഇക്കോണമി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ഇക്കോണമി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇക്കോണമി ബേസ്ഡ് ഓൺ ഡിസ്റ്റിങ്ഷൻ ഓർ സ്കെയർ റിസോഴ്സസ്, ഇക്കോണമി ബേസ്ഡ് ഓൺ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ,
economy based on accessibility to employment security, work security and social security എന്ന്. പിന്നെ ഇൻഫോർമൽ ഇക്കോണമി ഒരു ഓവർവ്യൂ. എന്താണ് ഇക്കോണമി, ദെൻ ഇൻഫോർമൽ ഇക്കോണമി എന്താണ്, ഇതിനെ കുറിച്ചൊരു ഓവർവ്യൂ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് 4 dominant school of thought on the informal economy. 4 dominant school. Informal economy in India, women and informal economy in India, strategy for transition towards formal economy. അതും നമ്മൾ ഈ ഒരു യൂണിറ്റിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ടും ഇക്കോണമിയും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിച്ചു പോകാനുണ്ട്. ക്ലിയർ? പിന്നെ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ള 5 യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേപ്പറിൽ നമുക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഡിസ്കസ് മാക്സ് വെബേഴ്സ് തിയറി ഓഫ് റിലീജിയൻ ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു ഇക്കോണമി. അപ്പൊ മാക്സ് വെബറിന്റെ തിയറി ഓഫ് റിലീജിയൻ ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു ഇക്കോണമിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മാക്സ് വെബറിന്റെ എന്താണ് ആ തിയറി എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. Then what is economy? Describe its features with example. അപ്പം ഇക്കോണമി എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തു അല്ലെ. അപ്പൊ ആ ഇക്കോണമി എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എക്സാമ്പിൾ അടക്കം നമ്മളോട് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ഫാമിലി? ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കസ് ഇറ്റ്സ് ഡിഫറെന്റ് ടൈപ്സ്. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ എന്താ നമ്മളെ ന്യൂക്ലിയറും അതുപോലെ എക്സ്റ്റെൻഡഡ് ഫാമിലി, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് പറയാനുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കോൺസെപ്റ്റ് എന്താണ് ഫാമിലി എന്നുള്ളത് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സും എഴുതണം. മറ്റൊരു ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിസൺ ലിങ്ക്ഡ് വിത്ത് ദ കിങ്ഷിപ്പ് സിസ്റ്റം ഇൻ ഇന്ത്യ? എക്സ്പ്ലെയിൻ. പിന്നെ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റേസ് ആൻഡ് എത്നിസിറ്റി വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. റേസും അതുപോലെ എത്നിസിറ്റിയും സ്യൂട്ടബിൾ എക്സാമ്പിൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഒരു സെക്കൻഡ് പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സ്ട്രക്ചർ എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകാനായിട്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മുടെ തേർഡ് പേപ്പറിലേക്ക് കടക്കുകയാണ്, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 2 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പേപ്പറിൽ നമുക്ക് 4 ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യോളജി 1, ബ്ലോക്ക് 2 പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യോളജി 2, ബ്ലോക്ക് 3 പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യോളജി 3, ബ്ലോക്ക് 4 ഡിഫറൻസസ് ആൻഡ് ഡിബേറ്റ്സ്. അപ്പൊ അതിൽ ബ്ലോക്ക് 1ഉം 2 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യോളജി. എന്താണ് പെർസ്പെക്റ്റീവ് ഇൻ സോഷ്യോളജി 3? ഓക്കെ, അപ്പൊ ഈ ഒരു ബ്ലോക്കിന്റെ അണ്ടറിൽ നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ട്? യെസ്, നമുക്ക് 2 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 7 ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആൻഡ് യൂണിറ്റ് 8 ദളിത് പെർസ്പെക്റ്റീവ്. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവും അതുപോലെ ദളിത് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന 2 യൂണിറ്റുകളാണ് നമ്മുടെ തേർഡ് പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം എന്താണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്നുള്ളത്? അപ്പൊ ഇൻ ദിസ് യൂണിറ്റ് യു വിൽ സ്റ്റഡി അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ഫെമിനിസം ആൻഡ് ഓൾസോ ഡിഫറെന്റ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ലിബറൽ, മാർക്സിസ്റ്റ്, റാഡിക്കൽ, സോഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡേൺ, തേർഡ് വേവ് ഫെമിനിസ്റ്റ്. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു യൂണിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്താണ് ഫെമിനിസം, അതുപോലെ തന്നെ ഇതിൽ ഡിഫറെന്റ് പെർസ്പെക്റ്റീവുകൾ, ലിബറൽ ഫെമിനിസം വിത്ത് ദ കമ്മിങ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ഇൻ ദ മിഡ് 17th century. അപ്പോൾ അതിന്റെ തുടക്കം എങ്ങനെയാണ്, ഈ ഫെമിനിസം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതിന്റെ, ഈ ഒരു ഫെമിനിസം എന്നുള്ള ഒരു വേർഡിന്റെ സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് സോഷ്യോളജി ആൻഡ് വുമൺ ക്വസ്റ്റ്യൻ, ലിബറൽ ഫെമിനിസം. എന്താണ് ലിബറൽ ഫെമിനിസം എന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ ലിബറൽ ഫെമിനിസ്റ്റ് അനാലിസിസ് ഓഫ് വുമൺ ഒപ്രഷൻ, മാരി വോൾസ്റ്റൻക്രാഫ്റ്റ്, ഹാരിയസ്റ്റ് ടൈലർ ആൻഡ് ജോൺ സ്റ്റഡ്. അപ്പൊ ഇവിടെ 2-3 പേഴ്സൺസ്, ഒരു വ്യക്തികളെ നമുക്ക് സോഷ്യോളജിസ്റ്റുകളെ കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ റാഡിക്കൽ ഫെമിനിസം, ലിബറൽ ഫെമിനിസം പഠിക്കുന്നുണ്ട്, റാഡിക്കൽ ഫെമിനിസം
അപ്പൊ ഈ റാഡിക്കൽ ഫെമിനിസം അനലൈസ് ചെയ്യുന്നത് അതിലും നമ്മൾ കുറച്ച് വ്യക്തികളെ ഗൈലെ റുബിൻ, കാറ്റെ മില്ലറ്റ്, ഷുലാമിത് ഫ്രിസ്റ്റോൺ, അദ്രൈൻ റിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 3-4 വ്യക്തികളെ സോഷ്യോളജിസ്റ്റുകളെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അവരെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് ആണ്, പിന്നെ സോഷ്യലിസ്റ്റ് ഫെമിനിസം പഠിക്കുന്നുണ്ട്, പോസ്റ്റ് മോഡേൺ ആൻഡ് തേർഡ് വേവ് ഫെമിനിസം, ദെൻ മൾട്ടി കൾച്ചറൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം. അപ്പം ഇത്രയൊക്കെ കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല, ഇതിനൊക്കെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ ലഭ്യമാണ്. അപ്പം ആർക്കെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ക്ലാസ്, വീഡിയോ ക്ലാസ്സുകളും അത് ഷോർട്ട് നോട്ടുകളും അതുപോലെ തന്നെ ഫ്രീ മെന്റർഷിപ്പും എല്ലാം നിങ്ങൾക്ക് ഇതിൽ ലഭ്യമായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇനി ദളിത് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് നോക്കാം. അപ്പൊ ഈ ഹിന്ദു സോഷ്യൽ ഓർഡർ ഡിവൈഡഡ് ഇൻ ടു ഏതൊക്കെയാണ്? ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അത് there is a fifth group although not part of varna hierarchy yet included in the Hindu social order called aspiration untouchable ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഹിന്ദു സോഷ്യൽ ഓർഡർ പ്രകാരം ബ്രാഹ്മൺസും ക്ഷത്രിയയും വൈശ്യയും ശൂദ്രയൊക്കെ ഉണ്ട്. അതിന്റെ താഴെ വരുന്നതാണ് എന്ത്? അൺടച്ചബിൾ പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ദളിത്, അൺടച്ചബിൾ അഥവാ ദളിത് ആളുകൾ. അപ്പൊ ഈ ദളിത് ആകുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മേലെയുള്ള എല്ലാ ആളുകളും ഇവരെയാണ് എല്ലാ ജോലിയും ഇവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുക. അപ്പൊ ഇവരെ തൊടാനോ കാണാനോ ഒന്നും പറ്റില്ല. അത്തരത്തിലുള്ള ഒരു സിസ്റ്റം നമ്മുടെ ഇന്ത്യയിലും നിലനിന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ദളിത് പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ എന്താണ് ദളിത് പെർസ്പെക്റ്റീവ്? സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്, ഡിമാൻഡ് ഫോർ എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് പഠിക്കുന്നുണ്ട്. തിയററ്റിക്കൽ റാഷണൽ ഓഫ് ദളിത് പെർസ്പെക്റ്റീവ് എന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ അതിൽ എക്സിസ്റ്റിംഗ് റിയാലിറ്റി ആൻഡ് ബുക്ക് വ്യൂ അബൌട്ട് ദളിത്, എക്സിസ്റ്റിംഗ് റിയാലിറ്റി ആൻഡ് ബുക്ക് വ്യൂ അബൌട്ട് ദ ദളിത് ഉണ്ട്. ദളിത് പെർസ്പെക്റ്റീവിൽ എ ഫീൽഡ് വ്യൂ ഉണ്ട്. ദളിത് പെർസ്പെക്റ്റീവ് ആസ് എ ഫ്രെയിംവർക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദളിത് സൊസൈറ്റി. അപ്പൊ എന്താണ് ദളിത് പെർസ്പെക്റ്റീവിലുള്ള ജീവിതം, അവിടെ മൊത്തത്തിലൊരു ഓവർ വ്യൂ ഒക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. പിന്നെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവില് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ദളിത് പെർസ്പെക്റ്റീവിന്റെ കുറച്ച് സവിശേഷതകൾ പറയുന്നുണ്ട്. യുണീക് സ്ട്രക്ചറൽ ലൊക്കേഷൻ ഹിന്ദു സോഷ്യൽ ഓർഡർ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. Cumulative social exclusion suffered by them because of their structural location. Long history of social exclusion. Unalertable social status based on caste. Construction of consciousness anchored in the historicity of social exclusion because of structural location. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ദളിത് പെർസ്പെക്റ്റീവ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതിന്റെ സവിശേഷതകളും കൂടി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കണം. അതിൽ കുറച്ച് സവിശേഷതകൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ ഒരു ടേബിളിൽ നമുക്ക് കാണാൻ സാധിക്കും ബ്രാഹ്മൺസ് ഉണ്ട്, ക്ഷത്രിയ ഉണ്ട്, വൈശ്യ, ശൂദ്ര. ഏറ്റവും താഴെയായിട്ട് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് അൺടച്ചബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിസ്റ്റമാണ് നമ്മുടെ ദളിത് പെർസ്പെക്റ്റീവ്. ദളിത് എന്ന് പറയുന്ന ഒരു മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം, അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഉടനീളം പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയാണ് നമ്മുടെ തേർഡ് പേപ്പറിലെ 2 യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, 2 യൂണിറ്റ് മാത്രമേ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിലും ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഡിസ്കസ് മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് അനലൈസ് ഓഫ് വുമൻസ് ഒപ്രഷൻ. അതും എന്താണ് മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം, എങ്കിൽ മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ ഡിസ്കസ് ദ തിയററ്റിക്കൽ റേഷണലി ഓഫ് ദളിത് പെർസ്പെക്റ്റീവ്. അപ്പം ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവും കൃത്യമായിട്ട് പഠിക്കണം, അതുപോലെ തന്നെ ദളിത് പെർസ്പെക്റ്റീവും കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ ഡിസ്കസ് ദ ബേസിസ് ഓഫ് വുമൻസ് സബോർഡിനേഷൻ അക്കോർഡിംഗ് ടു ലിബറൽ ഫെമിനിസം. അപ്പോൾ ഫെമിനിസത്തിന്റെ ഡിഫറെന്റ് കാറ്റഗറിയിൽ ലിബറൽ ഫെമിനിസം, റാഡിക്കൽ ഫെമിനിസം കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇതിലിപ്പോ ചോദിച്ചിട്ടുള്ളത് ലിബറൽ ഫെമിനിസമാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അതിന്റെ പാറ്റേൺ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകാനായിട്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ബ്ലോക്ക് നെക്സ്റ്റ് പേപ്പർ 4th പേപ്പറാണ് BSOC 104 എന്ന് പറയുന്നത്. സോഷ്യോളജി ഓഫ് ഇന്ത്യ 2 എന്ന് പറയുന്ന ലാസ്റ്റ് പേപ്പറാണ്. ഓക്കെ,
ഈ ഒരു പേപ്പറിൽ നമുക്ക് 3 ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 ഐഡിയാസ് ഓഫ് ഇന്ത്യ, ബ്ലോക്ക് 2 റെസിസ്റ്റൻസ്, മൊബിലൈസേഷൻ ആൻഡ് ചേഞ്ച്, ബ്ലോക്ക് 3 സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, കോണ്ടെക്സ്റ്റ്, ഐഡിയോളജി. അപ്പം അതിൽ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2 നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലോക്ക് 3 ആണ്. അപ്പൊ ബ്ലോക്ക് 3 സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, കോണ്ടെക്സ്റ്റ്, ഐഡിയോളജീസിൽ നമുക്ക് എത്ര യൂണിറ്റ് പഠിക്കാനുണ്ട്? 3 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 12 കമ്മ്യൂണലിസം, യൂണിറ്റ് 13 സെക്യുലറിസം, യൂണിറ്റ് 14 നാഷണലിസം എന്നിങ്ങനെയാണ് നമ്മുടെ 3 യൂണിറ്റും കിടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. കമ്മ്യൂണലിസം എന്താണ് ബേസിക് കോൺസെപ്റ്റ്, അതിൽ ഫണ്ടമെന്റലിസം എന്താണ് പഠിക്കുന്നുണ്ട്, കമ്മ്യൂണലിസം, സെക്യുലറിസം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ആസ്പെക്ട്സ് ഓഫ് ഫണ്ടമെന്റലിസം, അതുപോലെ തന്നെ ദ കമ്മ്യൂണൽ ഡിവൈഡ്, ഡീസന്റ് കമ്മ്യൂണൽ റൈറ്റ്സ്, പിന്നെ റീസൺസ് ഓഫ് കമ്മ്യൂണൽ റൈറ്റ്സ്. ആസ്പെക്ട്സ് ഓഫ് സെക്യുലറിസത്തിൽ സെക്യുലർ വ്യൂ ഉണ്ട്, ഗാന്ധിജീസ് വ്യൂ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലാണ് ഈ ഒരു 12th യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബേസിക് കോൺസെപ്റ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റലിസവും കമ്മ്യൂണലിസവും സെക്യുലറിസവും, ഗാന്ധിജിയുടെ വ്യൂ എങ്ങനെയാണ്, സെക്യുലർ വ്യൂ എങ്ങനെയാണ്, ഈ വ്യൂ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ. പിന്നെ സെക്യുലറിസത്തിൽ വരുന്നത് ദ ടേം സെക്യുലറിസം ഈസ് ഡെറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് സെക്യുലർ വിച്ച് മീൻസ് ദ പ്രസന്റ് ഏജ് ഓർ ജനറേഷൻ. എന്താണ് പ്രസന്റ് ഏജ് ഓർ ജനറേഷൻ എന്ന്? Secularism is associated with the broader understanding of social progress and rational behavior. About the progress of human society brought up to the concept of secularism as a form of social practice in the modern rational society. About endana secularism. അപ്പം മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മീനിങ്ങും ഡെഫിനേഷനും പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും സെക്യുലറിസം. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ആമുഖം എല്ലാവർക്കും അറിയാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോർവിംഗ് എന്ന് തുടങ്ങുന്ന നമ്മുടെ പ്രിയാമ്പിള്. അതിൽ പറയുന്നുണ്ട് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന്. അപ്പൊ അതിലും നമ്മൾ സെക്യുലറിസത്തെ കുറിച്ച് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തില് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും സെക്യുലറിസവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ആ ഒരു സെക്യുലറിസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് സെക്യുലറിസം, അതിൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും ഇന്ത്യൻ സെക്യുലറിസം, കോൺഫ്ലിക്ട് വിത്തിൻ സെക്യുലറിസം ഇതൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ റിലീജിയൻ ആൻഡ് സെക്യുലറിസം, ഇന്ത്യൻ സൊസൈറ്റിയും സെക്യുലറിസം എങ്ങനെയാണ്, ഇന്ത്യൻ റിലീജിയൻസും സെക്യുലറിസം. ഏതൊക്കെയാണ് റിലീജിയൻസ് വരുന്നത്? ഹിന്ദു റിലീജിയൻ ഉണ്ട്, ക്രിസ്ത്യാനിറ്റി ഉണ്ട്, ഇസ്ലാം റിലീജിയൻ ഉണ്ട്, സിഖ് ഉണ്ട്, ബുദ്ധിസ്റ്റ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സെക്യുലറിസത്തിന്റെ ഭാഗമായിട്ട്. പിന്നെ ചലഞ്ചസ് ഫോർ സെക്യുലറിസം, സെക്യുലറിസത്തിന്റെ മേജർ ചലഞ്ചസ്, ആന്റി സെക്യുലർ ഫോഴ്സസ് ഒക്കെ അതും നമ്മൾ ഈ യൂണിറ്റിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് യൂണിറ്റ് വരുന്നത് നാഷണലിസം ആണ്. നാഷണലിസം, അണ്ടർസ്റ്റാൻഡിങ് നാഷൻ ആൻഡ് നാഷണലിസം. അപ്പൊ എന്താണ് നാഷണലിസം എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. എത്നിസിറ്റി ആൻഡ് നാഷൻ, ഡൈവേഴ്സ് പീപ്പിൾ ആൻഡ് ഐഡന്റിഫൈ നാഷൻ. അപ്പൊ എന്താ ഡൈവേഴ്സിറ്റി ആണ് നമ്മുടെ ഇന്ത്യൻ എന്ന് പറയുന്നത്. എന്താ ഡൈവേഴ്സ്, എന്താ ഒരുപാട് വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള നമ്മുടെ നാഷനാണ്. കോഴ്സ് ഓഫ് ട്രാൻസിഷൻ ഓഫ് നാഷണലിസം. പിന്നെ പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് നാഷണലിസം ഇന്ത്യൻ ആൻഡ് സബ് കോണ്ടിനെന്റ്. ഫൗണ്ടേഷൻ ഓഫ് നാഷണലിസം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാഷണലിസം ആസ് യൂണിവേഴ്സൽ സ്ട്രഗിൾ ഫോർ ജസ്റ്റിസ്, nationalism as an evil, nationalism as a project for normalization of difference, nationalization as product of inherent indigenous common sense and Indians critiquing the common sense, state-centered and renouncing nationalism. എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഫൗണ്ടേഷൻസും കൂടിയാണ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഇത്രയാണ് നമ്മുടെ 14th യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പേപ്പറിലെ നമ്മുടെ ലാസ്റ്റ് പേപ്പറിലെ 104 ബ്ലോക്കില് നമുക്ക് 3 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത് പറഞ്ഞു. അപ്പോൾ 3 യൂണിറ്റുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇതിൽ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നില്ല ആ ഒരു പ്രോസസ്സ്, മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രോസസ്സാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. Then discuss the institutional initiative for the empowerment of women in independent India. അടുത്ത ക്വസ്റ്റ്യൻ ആണ്.
ദെൻ പിന്നെ വന്നുള്ളത് എക്സാമിൻ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ ഡൈവേഴ്സ് പ്രിൻസിപ്പിൾ ഓഫ് ഐഡന്റിഫൈങ് എ നേഷൻ. ഡൈവേഴ്സ് പ്രിൻസിപ്പിൾ ഓഫ് ഐഡന്റിഫൈങ് എ നേഷൻ എന്നുള്ള ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ ഫോംസ് ഓഫ് എത്തനിക് ഐഡന്റിറ്റി ഇൻ ഇന്ത്യ. എത്തനിക് ഐഡന്റിറ്റീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലൊക്കെയാണ് നമ്മുടെ പേപ്പറിൽ ഓരോ പേപ്പറിലും ഒരു ബ്ലോക്കിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ എത്ര മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇയർ BA സോഷ്യോളജിയിലെ എല്ലാ ബ്ലോക്കുകളും നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം 3 ബ്ലോക്കുകളായിട്ട് 3 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു. അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റുകളും എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. അതുപോലെ തന്നെ പ്രീവിയസ് ആ ഒരു ബ്ലോക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഫസ്റ്റ് ബ്ലോക്കും സെക്കൻഡ് ബ്ലോക്കിന്റെയും ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. നമുക്ക് ഏകദേശം ഒരു ഐഡിയ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളൊരു കണ്ടന്റ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. അപ്പൊ കൃത്യമായിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാം. ഇല്ലാണ്ട് എക്സാമിന് വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി എന്ത് ചെയ്യുമല്ലോ ആൻസർ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നല്ല സ്കോറും നേടാൻ പറ്റില്ല. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ പാറ്റേണും ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതും എല്ലാം മനസ്സിലാക്കണം. അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. അപ്പൊ ഇതുവരെ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ വീഡിയോ ക്ലാസ്സുകളും ഷോർട്ട് നോട്ടുകളും മെന്റർഷിപ്പും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും താങ്ക് യു.